ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മളെല്ലാവരും ആകാംക്ഷയോട് കാത്തിരുന്നിരുന്ന SSC CGL Tier 1 ആൻസർ കീ ഔട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 26-ാം തീയതിയാണ് പരീക്ഷ കഴിഞ്ഞത്. ഒരു ഷിഫ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു 14-ാം തീയതി. അപ്പോൾ 14-ാം തീയതി കഴിഞ്ഞിട്ട് 15-ാം തീയതി ആൻസർ കീ വരുന്ന ആദ്യം പറഞ്ഞിരുന്നു. പിന്നെ അവർ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന ഡേ ഓർ 2 ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നായിരുന്നു ആ ഡേറ്റ്. എല്ലാവർക്കും രാത്രിയായപ്പോൾ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടിരുന്നതാണ്. പക്ഷേ ഈ 9 മണിയായപ്പോൾ SSCൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്, ഒഫീഷ്യൽ നോട്ടീസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ചെയ്ത നിങ്ങളുടെ ആൻസർ കീ, അതായത് നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങൾ ചെയ്ത ഉത്തരങ്ങളും കറക്റ്റായ ഉത്തരങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ട് എന്നൊക്കെയുള്ളത് അറിയാനുള്ളൊരു അവസരമാണ് SSC നോട്ടീസിൽ കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് എന്താ പറയുന്നത്, മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ ഇതാണ് നോക്കേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ കീ അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഇന്ന് 16-ാം തീയതി രാത്രി 9 മണി മുതൽ 19-ാം തീയതി രാത്രി 9 മണി വരെ അത് അവൈലബിൾ ആയിരിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ഒരു കാരണവശാൽ നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് കിട്ടില്ല എന്നുള്ള പറയാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക, നമ്മുടെ SSC.gov.in എന്ന സൈറ്റിൽ ലോഗിൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് നമ്മുടെ റെസ്പോൺസ് ഷീറ്റ് അവിടെ ഡൗൺലോഡ് ചെയ്ത് എന്ത് ചെയ്യുക, നമ്മുടെ മാർക്കും കാര്യങ്ങളൊക്കെ നോക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ടൊരു അവസരം കൊടുക്കില്ല SSC പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ പല ആളുകളും പരീക്ഷ കഴിഞ്ഞ് ഒരുപാട് ദിവസം കഴിഞ്ഞ് ഇനി അത് കിട്ടാൻ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ച് നമ്മൾ മെസ്സേജ് അയക്കാറുണ്ട്. ഒരു രക്ഷയില്ല, SSC തന്നെ പറയുന്നുണ്ട് അത് കിട്ടാനുള്ള സാധ്യത കുറവാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫൈനൽ ആൻസർക്ക് വരുന്നവർ അല്ലെങ്കിൽ മാർക്ക് വരുന്നവർക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മാർക്ക് അറിയണമെന്നുണ്ടെങ്കിൽ 19-ാം തീയതി വരെ ഓപ്ഷൻ ഉള്ളൂ, രാത്രി 9 മണി വരെ. അത് ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമല്ല, SSC ചലഞ്ച് ചെയ്ത് നിങ്ങളുടെ ആൻസർ മാറിക്കഴിഞ്ഞാൽ തിരിച്ച് പൈസ റീഫണ്ട് ചെയ്യുന്ന ഓപ്ഷനൊക്കെ ഉണ്ട്. പിന്നെ പണ്ട് 200 രൂപയ്ക്കായിരുന്നു ചലഞ്ചിൻ്റെ ഫീ, ഇപ്പോൾ ഒരു 50 രൂപയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ട് തോന്നുകയാണെങ്കിൽ ചലഞ്ച് ചെയ്തോളാം കേട്ടോ. പണ്ടൊക്കെ എല്ലാവരും ചെയ്യുന്നത് വെച്ചാൽ ഹിന്ദിക്കാരെങ്കിലും ഒക്കെ ചലഞ്ച് ചെയ്യുമല്ലോ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കാറുണ്ട്. അപ്പോൾ അതിനൊന്നും നിൽക്കേണ്ട. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തെറ്റാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, ചലഞ്ച് ചെയ്യുക. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് ഈ നോട്ടീസിൻ്റെ താഴെ SSCൻ്റെ വെബ്സൈറ്റിൽ പറയുന്നതിന് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ പല ആളുകളും ഓൾറെഡി ഇപ്പോൾ തന്നെ 10-20 ദിവസത്തോളം വേസ്റ്റ് ആക്കി. കാരണം 26-ാം തീയതി നമ്മുടെ CGL പരീക്ഷ കഴിഞ്ഞിട്ട് അതിന് മാർക്ക് വരട്ടെ. അപ്പോൾ നമ്മൾ ക്രാഷ് കോഴ്സിനെ കുറിച്ച് കുട്ടികൾ വിളിക്കുമ്പോൾ പറയുന്നത് വെച്ചാൽ മാർക്ക് വരട്ടെ എന്നിട്ട് പറയാം സാറേ എന്ന് പറയും. അപ്പോൾ ഓൾറെഡി നിങ്ങൾ 20 ദിവസം വേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാർക്ക് നോക്കുക, കുഴപ്പമില്ലാത്തൊരു മാർക്ക്, അത്യാവശ്യം നിങ്ങൾ വലിയ മാർക്കൊന്നും പ്രതീക്ഷിക്കുക, 150, 160 മാത്രമല്ല കേട്ടോ. ഇനി നമുക്ക് സമയം വേസ്റ്റ് ആക്കാനല്ല. അപ്പോൾ നിങ്ങൾക്കൊരു 120, 110+ മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ Tier 2 പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോളാം. കാരണം ഇപ്രാവശ്യം എങ്ങനെ എന്തൊക്കെ വരാൻ പോകുന്നത് നമുക്കറിയില്ല. പുതിയ ടൈപ്പ് ഓഫ് നോർമലൈസേഷൻ ആണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും പരീക്ഷ മാത്സും റീസണിങ്ങും ഈസി ആണെങ്കിലും ഇംഗ്ലീഷും GK കുറച്ച് ടഫ് ആയതുകൊണ്ട് മാർക്ക് ചിലപ്പോൾ കട്ട് ഓഫ് കുറച്ച് കുറഞ്ഞേക്കാം എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഒന്നും നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നോർമലൈസേഷൻ ഒക്കെ വരുന്നതുകൊണ്ട് 110, 120 ടഫ് ഷിഫ്റ്റ് ഒക്കെയാണ് ചിലപ്പോൾ മാർക്ക് കൂടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മാർക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ കയറൂല എന്ന് ഉറപ്പിച്ച് പഠിക്കാതിരിക്കരുത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങി. ഇപ്പോൾ ഓക്കെ, 16-ാം തീയതി കഴിഞ്ഞു അല്ലേ. ഇപ്പോൾ നവംബർ, ഡിസംബർ, നമ്മൾ ഡിസംബർ ലാസ്റ്റോ അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റോ നമ്മൾ എന്ത് ചെയ്യണം, എക്സാം എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മുടെ മുന്നിൽ 2 മാസമുള്ളൂ വിചാരിച്ചിട്ട് തന്നെ പഠിച്ചു തുടങ്ങാം. അപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത്, നമുക്ക് നമ്മുടെ SSC മലയാളിൻ്റെ Tier 2 ക്രാഷ് കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കേട്ടോ, അതായത് ഓൺലൈൻ ക്രാഷ് കോഴ്സ്, ഓൺലൈൻ ഓഫ്ലൈനും ഉണ്ട്. അപ്പോൾ ഓഫ്ലൈൻ നമുക്ക് ഓൾമോസ്റ്റ് കുട്ടികൾ ആയിട്ടുണ്ട്. ഓഫ്ലൈൻ നമുക്ക് കുട്ടികൾ എടുക്കുന്ന ലിമിറ്റ് ഉണ്ട്. പക്ഷേ ഓൺലൈൻ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ SSC മലയാളിൻ്റെ ആപ്ലിക്കേഷൻ വഴി കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോഴ്സ് പർച്ചേസ് ചെയ്യാം. ജസ്റ്റ് 499 rupees മാത്രമേ ഉള്ളൂ കോഴ്സ് പർച്ചേസ്. അതിൽ നിങ്ങൾക്ക് ഒരുപാട് കേട്ടോ, അതിൽ കോഴ്സിൻ്റെ ഷെഡ്യൂൾ ഞാൻ കാണിച്ചു തരാം. കൃത്യമായ ഷെഡ്യൂൾ കാര്യങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ ക്ലാസ്സുകൾ തന്ന് നിങ്ങൾക്ക് ഇങ്ങനെ, കാരണം ഓൾറെഡി നിങ്ങൾ ഈ ഒരു മിനിറ്റ് ഓൾറെഡി Tier 1 പാസ്സായ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് കണ്ടന്റിൻ്റെ കുറവൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ കണ്ടന്റ് ഇല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യില്ല, നിങ്ങൾ ഒരിക്കലും ഈ എക്സാം Tier 1 പാസ്സാകാൻ പോലും, അല്ലെങ്കിൽ ഇത്രയും മാർക്ക് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകളല്ല ഇനി വേണ്ടത്. നോക്കിയേ, നമ്മളിതിൽ ഫസ്റ്റ് ദിവസം ഇൻട്രോഡക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഫുൾ മോക്ക് 1 അതിൽ ഡിസ്കഷൻ ഉണ്ടാവും. ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ, അതായത് നമുക്ക് ഇംഗ്ലീഷ് ഇപ്പോൾ കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലിലാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. റീസണിങ്ങിൻ്റെ പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. പിന്നെ സെക്ഷൻ 1 മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ കോഴ്സിലൂടെ 10 ഫുൾ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. 10 സെക്ഷൻ 1 എന്ന് പറഞ്ഞാൽ മാത്സ് റീസണിങ്, നമുക്ക് ഏറ്റവും കൂടുതൽ ടൈമിൻ്റെ ഒരു പ്രശ്നം വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ മാത്സ് റീസണിങ് ആണ്. അപ്പോൾ അതിൻ്റെ എന്ത് ചെയ്യും, ഒരു 10 സെക്ഷനും കൂടെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ക്ലാസ്സുകൾ ഈ കൊടുക്കുന്ന ഷെഡ്യൂൾ പ്രകാരം കൊടുത്തിട്ടുള്ള മോക്ക് ടെസ്റ്റ്, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. പിന്നെ പ്രോബിലിറ്റിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാവും. പിന്നെ JSO, ഇൻ കേസ് നിങ്ങൾ JSOയുടെ കട്ട് ഓഫ് കൂടെ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് JSOക്ക് വേണ്ട സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആയിരിക്കും. കമ്പ്യൂട്ടർ നോളജിൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. അതായത് റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, കുറേ ഉണ്ട് കേട്ടോ. ഫുൾ മോക്ക് ടെസ്റ്റ് 4, സെക്ഷൻ 1, അങ്ങനെ ഒരുപാട് ക്ലാസ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഡിസംബർ 28 വരെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ അതിൻ്റെ മുമ്പ് പരീക്ഷ വന്നേക്കാം. പരീക്ഷ നേരത്തെ വരികയാണെങ്കിൽ നമ്മൾ എന്തായാലും അതിന് മുമ്പായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഒരു 3 മാസമെങ്കിലും മിനിമം എടുക്കുകയാണെങ്കിൽ ഒരു ജനുവരി ഫസ്റ്റ് വീക്കോ അല്ലെങ്കിൽ ഡിസംബർ ലാസ്റ്റിലോട്ടോ ആയിരിക്കും പരീക്ഷ വരാൻ സാധ്യത കേട്ടോ. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നടക്കാം. കാരണം ഇനി CHSLൻ്റെ പരീക്ഷ നടക്കാനുണ്ട്, MTSൻ്റെ പരീക്ഷ നടക്കാനുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം എന്തായാലും Tier 2 പരീക്ഷ വരാൻ സാധ്യതയുള്ളൂ കേട്ടോ. അതും ഞാൻ ഉറപ്പ് പറയുന്നില്ല, കാരണം നമുക്കൊന്നും അറിയില്ല. ഓക്കെ, അപ്പോൾ അത് നമ്മൾ 2 പരീക്ഷ കഴിയുമ്പോൾ എന്തായാലും മിനിമം 2 മാസം കഴിയും. അപ്പോൾ നമുക്കൊരു ജനുവരി ഫസ്റ്റ് ഹാഫിൽ നമുക്ക് പരീക്ഷ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിവിടെ ഷെഡ്യൂളും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഡൗട്ടോ കാര്യങ്ങളോ ഞാനിവിടെ നമ്പർ കൊടുക്കാം. എന്തെങ്കിലും ജോയിൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ കേട്ടോ.
ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക, അവർ നിങ്ങളെ സഹായിക്കും. 8089447765. പിന്നെ പറയാനുള്ളത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ കംപ്ലീറ്റ് ഡിസ്കഷനും കാര്യങ്ങളും, അതായത് നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് കാര്യങ്ങൾ, അതായത് ക്ലാസ്സുകൾ നിങ്ങൾ വീണ്ടും ഒരുപാട് ക്ലാസ്സുകൾ തന്ന് നിങ്ങളെ ബോറടിപ്പിക്കുക എന്നുള്ളതല്ല. കാരണം കണ്ടന്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവും, സിലബസ് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും. ഇനി വേണ്ട നിങ്ങൾക്ക് നല്ല നല്ല ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് എന്താ പറയുക ഒരു ഏരിയ, കുറച്ച് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ കുറച്ച് പേപ്പേഴ്സ്, പിന്നെ നിങ്ങളെ ഫുൾ ടൈം 24 hours സഹായിക്കാൻ കുറച്ച് ആളുകൾ നിങ്ങളുടെ കൂടെ. അത് അച്ചീവേഴ്സ് ആണെങ്കിൽ അത്രയും നല്ലതല്ലേ. നിങ്ങൾക്ക് അച്ചീവേഴ്സ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓൾറെഡി ഇപ്പോൾ അത്യാവശ്യം നല്ല ലെവലിൽ നിൽക്കുന്ന ആളുകൾക്ക് നിങ്ങളെ സഹായിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ടെലഗ്രാം ഗ്രൂപ്പ് വഴിയായിരിക്കും കംപ്ലീറ്റ്. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്ത ആളുകൾ ആദ്യം ചെയ്യേണ്ടത് കോഴ്സ് പർച്ചേസ് ചെയ്തതിൻ്റെ നോട്ടീസ് സെക്ഷനിൽ ഒരു ടെലഗ്രാം ഗ്രൂപ്പിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ എന്തായാലും പോയിട്ട് ജോയിൻ ചെയ്യുക. അതുവഴിയായിരിക്കും നമ്മൾ കംപ്ലീറ്റ് നോട്ടീസും കാര്യങ്ങളും ഇതിൻ്റെ എല്ലാ അറിയിപ്പുകളും, എപ്പോഴാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്, എപ്പോഴാണ് ഇതിൻ്റെ ഡിസ്കഷൻ വരുന്ന കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അനൗൺസ് ചെയ്യുന്നൊക്കെ ആ ഗ്രൂപ്പ് വഴിയായിരിക്കും. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ ഇപ്പോൾ അത് ലൈവാണ്, ജസ്റ്റ് 499 rupees ഉള്ളൂ. 6 month അതിൻ്റെ വാലിഡിറ്റി ഉണ്ടാവും. പരീക്ഷ കഴിയുന്ന വരെ നിങ്ങളെ കംപ്ലീറ്റ് മെന്റർ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കേട്ടോ, അതൊക്കെ അതിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അധികം വീണ്ടും പറയാനുള്ളത് നമുക്ക് വേസ്റ്റ് ആക്കാൻ സമയമില്ല. പല ആൾക്കാർ ഇപ്പോഴും വിചാരിക്കുന്നത് എൻ്റെ മാർക്ക് കുറവാണ്, ഞാൻ കയറൂല എന്ന് വിചാരിച്ചിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ റിസൾട്ട് വരട്ടെ കേട്ടോ, Tier 2 റിസൾട്ട് അല്ല Tier 1 റിസൾട്ട് വരട്ടെ എന്നിട്ട് തുടങ്ങാം. ഒരിക്കലും ആ മണ്ടത്തരം നിങ്ങൾ ചെയ്യരുത്. കാരണം നിങ്ങൾ വേസ്റ്റ് ആക്കുന്ന ഓരോ സമയം നിങ്ങളുടെ ലൈഫ് തന്നെയാണ് ബാക്കിലോട്ട് പോയി. പല ആളുകൾ ഇപ്പം തന്നെ ഈ 20 ദിവസം പോയി വേസ്റ്റ് ആക്കാതെ ഇപ്പം തന്നെ പ്രിപ്പറേഷൻ തുടങ്ങിയ ആളുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾ പല ആളുകളും എന്താ വെച്ചാൽ മാർക്ക് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ മാർക്ക് വന്നു, ഓക്കെ, ഓൾറെഡി 20 days നിങ്ങൾ വേസ്റ്റ് ആക്കി കളഞ്ഞു. പക്ഷേ ഇനി നമുക്ക് വേസ്റ്റ് ആക്കാൻ എന്തില്ല, സമയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 18ാം തീയതി നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നൊരു ഇൻട്രൊഡക്ഷനും അന്ന് ഫുൾ മോക്ക് ടെസ്റ്റും ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളായിട്ട് പിന്നീട് അങ്ങോട്ട് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഒന്നെങ്കിൽ ക്ലാസ്സുകൾ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകളായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഡെയിലി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് പറയാനുള്ളത്. എല്ലാവരും എന്ത് ചെയ്യുക, 19ാം തീയതി വെയിറ്റ് ചെയ്യരുത്. 19ാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പോൾ അന്നത്തേക്ക് എന്തെങ്കിലും ചലഞ്ച് ഉണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, ബാക്കി നമുക്ക് എന്തായാലും കോഴ്സിൽ വെച്ച് കാണാം. ഓക്കെ, എല്ലാവർക്കും Tier 2 വേണ്ടി ഓൾ ദി ബെസ്റ്റ്.